എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മുന്നിൽ കാണിക്കാനായിട്ട് പോണത്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റിൻ്റെയോ അല്ലയോ സീറ്റ് കവറിൻ്റെയോ ഒന്നും അല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മിറർ ഫോൾഡിങ്ങിനെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനായിട്ടാ. അപ്പോൾ ഇത് ചെയ്യാൻ പോണ വണ്ടി സിയാസ് ആണ്. അതിൽ നമുക്ക് ഉള്ളിലിരുന്ന് മിറർ ഫോൾഡിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ മിറർ ഫോൾഡ് ആവുന്ന ഒരു സെറ്റപ്പിലുള്ള ഇല്ല. അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ആർ ഡി എന്ന് പറയുന്ന കമ്പനിയിലാണ് ഒരു നമ്മുടെ സെൻട്രൽ ലോക്ക് കാണിക്കാറില്ലേ, പവർ വിൻഡോസൊക്കെ കാണിക്കാറില്ലേ. അപ്പോൾ ആ കമ്പനിയുടെ യൂണിറ്റാണ് നമ്മളിന്ന് ഫോൾഡിങ്ങിനായിട്ട് എടുത്തത്. ചെറിയ യൂണിറ്റാണ്, വലിയ പണി കാര്യങ്ങളൊന്നുമില്ല. 3 വയറാണ് അതിൽ ആകെപ്പാടെ വന്നതാണത്. അപ്പോൾ പിന്നെ അത് കപ്ലർ ടു കപ്ലറാണ്. അതിൽ ജസ്റ്റ് നമ്മൾ ആ മിറർ ഫോൾഡിങ്ങിൻ്റെ കപ്ലർ ഊരുക, ഇതിലേക്ക് കയറ്റി വയ്ക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു ലോക്ക് അൺലോക്കിൻ്റെയും വയറും കൂടി ഉണ്ട്. അത് നമുക്ക് നമ്മളെ വയർ കപ്ലർ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു മിറർ ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ മുമ്പ് കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. മതി, ഇത് ലോക്ക് ചെയ്യാൻ പോകട്ടോ. കണ്ടോ, മിറർ ഫോൾഡിങ് ആവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡോർ പേരൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വലിയ ആനച്ചക്ക കേസൊന്നും ഇല്ല ഈ സംഭവം. ജസ്റ്റ് ഒന്ന് പ്ലഗ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ. നമുക്ക് വയർ കട്ടിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ആർ ഡിയുടെ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഈ കപ്ലർ എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മുടെ ഡോർ പേടിക്ക് വരുന്ന സോക്കറ്റാണ്. ഈ ഒരു സോക്കറ്റ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഇതിൽ കയറ്റിയിട്ട് വീണ്ടും നമ്മൾ ഈ ഡോർ പേടിക്ക് ഈ ഒരു കണക്ടർ കയറ്റി കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ കണക്ടർ പ്ലഗ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ, വയർ കട്ടിങ്ങൊന്നുമില്ല. പിന്നെ നമുക്ക് ലോക്കിൻ്റെയും അതേപോലെ തന്നെ കീ ഓൺ കണക്ഷനൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഈ കണക്ടർ ഉണ്ട്, വയർ കണക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോക്ക് അൺലോക്കും വയറിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ക്ലിപ്പ് കണക്ടർ ഊരിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ആൻഡ് പ്ലേ കയറ്റി വെച്ചാൽ മതി. വയറിന്ന് കയറ്റി വെച്ചാൽ മതി. പരിപാടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സെറ്റപ്പുകളൊക്കെ കാണിച്ചു തരാം. യൂണിറ്റ് ഞാൻ കാണിച്ചു തന്നു കണ്ടോ, ഇത്രേ ഉള്ളൂ യൂണിറ്റ്. ഇത് എവിടെയെങ്കിലും സൈഡിലോ എവിടെയെങ്കിലും ഒതുക്കി വെച്ചാലും മതി കേട്ടോ. ഓക്കെ, ഈ ഒരു വണ്ടിക്ക് നമുക്ക് സ്പോയിലറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, നമ്മൾ വർക്കിലേക്ക് കിടക്കാം. ചെറിയൊരു വീഡിയോ കേട്ടോ അത്. ഇത് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പാടൊന്നുമില്ല ഇത് ഫിറ്റ് ചെയ്യാനായിട്ടോ. 3 വയറോ അതിൽ വരാനുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ നമ്മൾ ഡോർ പേഡിൽ കണക്ട് ചെയ്യുക. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധികം ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റില്ല, അധികം പുറത്തേക്ക് വയ്ക്കും. പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഡോർ പേഡ് അടയില്ല. ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വയൻഡർ പൊങ്ങുമ്പോൾ തഴുമ്പോൾ തട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലെവലിലൊരു ഇതിലാണ് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വൃത്തികേടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ പിന്നെ കണക്ട് ചെയ്യുന്നില്ല. ആകെ നമുക്ക് ഈ ലോക്ക് എടുക്കേണ്ട ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ലോക്കും അതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് മെയിൻ ലൈൻ കൊടുക്കണം. അതേപോലെ തന്നെ ലോക്കും അൺലോക്കിൻ്റെയും ലൈൻ എടുക്കണം കേട്ടോ. അപ്പോൾ വയർ കട്ടിങ് അല്ല, അതിൻ്റെ കപ്ലർ ചെയ്യുന്ന സംഭവം മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് കമ്പനി ഈ ഒരു സംഭവം ഈ യൂണിറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയറൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആർ ഡിയുടെ സംഭവം തന്നെ വയർ കണക്ട് ചെയ്യാനുള്ള കണക്ടറും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് പ്ലെയർ വെച്ച് വയർ കട്ട് ചെയ്ത് ഡിസ്കണ്ട് ചെയ്തിടണമെന്ന് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നത് എടുത്താൽ മതി, ആ കണക്ഷൻ മാത്രമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്ര ഉണ്ടായിട്ടുള്ളൂ നമ്മളെ കമ്പനി വയറിങ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ ഇട്ട ഈ ആർ ഡിയുടെ കിറ്റ് യൂണിറ്റിൽ വന്ന വയറിങ് കേട്ടോ വന്നത് കണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ ഒതുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഡോർ പേര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സിയാസിൻ്റെ വർക്ക് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഡോർ പേഡൊക്കെ ഇട്ട ശേഷം ഇതെങ്ങനെയുള്ള വർക്കിംഗ് കാര്യങ്ങൾ കാണിച്ചു തരാം. കീ ഓൺ ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് സപ്ലൈ വരില്ല. കീ ഓൺ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ അടിച്ച് ലോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് മിറർ ഫോൾഡിങ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഡോർ പേഡൊക്കെ കയറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഇപ്പോൾ അൺലോക്ക് ആട്ടോ വണ്ടി, ലോക്കാക്കുക. കണ്ടോ, ഇതൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മളെ സിയാസിൻ്റെ മിറർ ഫോൾഡിങ് ചെയ്യുന്ന വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ടാണ് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് വരണേന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കാണിക്കണ്ടേ. അപ്പോൾ ചിലർക്ക് ഇത് അറിയായിരിക്കും, കുറേ പേർക്ക് ഇത് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കുഞ്ഞു വീഡിയോ ചെയ്തത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പവർ വിൻഡോ, ഓട്ടോ വിൻഡോ ക്ലോസറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ക്ലാസ് ഞാൻ താത്താൻ മറന്നു വേണമെങ്കിൽ നമ്മൾ എല്ലാ ഡോറും അടിച്ചിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് പോകുമ്പോൾ എല്ലാ വിൻഡും ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്ന ഒരു സിസ്റ്റമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയണേ. ഇനി അടുത്തൊരു വണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ എന്തായാലും കാണിക്കാറ് സംഭവം. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം എന്തായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് ഡെയിലി ഇവിടെ വരുന്ന വർക്കുകളൊക്കെ നമുക്ക് ഇടാനായിട്ട് യൂട്യൂബിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടി ഇപ്പോൾ സിയാസ് അല്ലെങ്കിൽ നെക്സോൺ, ക്രെറ്റ അങ്ങനെയൊക്കെ നമുക്ക് ഇടാനായിട്ട് ഫുൾ വർക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഓരോ ആഫ്റ്റർ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളും നിങ്ങൾ പരിചയപ്പെടുത്താനും പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇവിടെ തന്നെ വർക്കും പുതിയതായിട്ട് ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടിപൊളി ഒരു വീഡിയോയിൽ ഇനി കാണാം കേട്ടോ. ഓക്കെ.